നീ ദേവർമഠത്തിലെ കൊച്ചല്ലേ, എന്ത് കോലാ നിന്റെ? നീ ആ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി നിന്റെ ചേച്ചിക്ക് ഒരു പേര് ദോഷം കേൾപ്പിക്കാതെ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയത്. എന്ത് ഡ്രസ്സ് അത് ചന്തിയൊക്കെ തെറിപ്പിച്ച് നിർത്തിയിരിക്കുക. അതിനൊക്കെ ഞങ്ങളെ പോലുള്ളത് നമുക്ക് സാരി എടുത്ത് എന്ത് ഡീസന്റ് ആയിട്ട് നടക്കുന്നത്. അതിനെങ്ങനെയാ ആ സിനിമ മൊത്തം കണ്ട് പെൺപിള്ളേരങ്ങ് പഠിക്കുകയല്ലേ. ഓരോന്നും കണ്ട് താറാവിനെ പോലെ ചന്തിയൊക്കെ തെറിപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് അതേപോലെ നടക്കാം ഇവിടെ കുറെ എണ്ണോ. അതെന്തോ വലിയ രസമാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ചെക്കന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വല്ല സാരി എടുത്ത് നടന്നാൽ പോരെ. ഞാൻ പറയട്ടെ, അമ്മച്ചി എന്ത് എടുത്തിരിക്കുന്നത്? സാരിയോ? അതും അങ്ങോട്ടൊന്ന് നോക്ക് എന്താ കാണുന്നത്. നിങ്ങളുടെ വയറും നിങ്ങളുടെ ബോഡി പാർട്സ് ഒക്കെ നല്ലപോലെ എടുത്ത് കാണുന്നുണ്ട്. ഞങ്ങളൊന്നില്ലെങ്കിൽ തുണി വെച്ച് മറച്ചല്ലേ നടക്കുന്നത്. നിങ്ങളുടെതൊക്കെ എന്താ കോലം? പണ്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുണ്ട് ഇതേ ഇത്ര പോകുന്ന ബ്ലൗസും ഇത്ര ഭാഗത്ത് മുണ്ടും എടുത്തിട്ട് വയറും കാണിക്കും. എന്നിട്ട് ബ്ലൗസൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് നടക്കും. അതാണ് ഭംഗി. ഞങ്ങളൊന്നില്ലെങ്കിൽ വൃത്തിയിലും മെനയിലോ കാണുന്നത്. ഞങ്ങളുടെ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗം ഞങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ടോ? അവൾ എന്റെ വയറ് കാണുന്ന നോക്കിയിരിക്കുന്നു. നിന്നോടൊക്കെ പറയാൻ എന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേരെ ഉപദേശിക്കാൻ പോയാൽ മറ്റുള്ളവരുടെ തല ചാടി പറക്കുന്ന സ്വഭാവമാണ് എല്ലാത്തിനും. അവളൊക്കെ അനുഭവിക്കും, ഉറപ്പാണ്, എന്തായാലും അനുഭവിക്കും.